അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പായിട്ട് വന്നേക്കാണ്. നമ്മളൊരു 10 പേരുണ്ട്. വേറെ കാറുണ്ട് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുറകെ കാണുന്ന കാറ് നമ്മുടെ പയ്യന്മാരാണ്. നമ്മൾ ലെയിൻ മാറി പോകുന്നു. ഓക്കെ, ബാക്കി പിന്നെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഡെവിൾസ് ക്ലൈൻ എത്തിയിട്ടുണ്ട്. നമ്മൾ 2 വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഇതാണ് സ്ഥലം. എല്ലാവരും അങ്ങോട്ട് നടന്നു തുടങ്ങി. അപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുത്തൻ ഡ്രോൺ പറത്താനുള്ള ശ്രമത്തിൽ നിൽക്കുന്നു. ഡ്രോൺ പറന്നു ഇത് പറക്കുന്നു. ഞങ്ങൾ എവിടെയോ എത്തി. നിഹാലുണ്ട്, വിജയുണ്ട്, ആർച്ച നേഹയുണ്ട്, കൊണോണയുണ്ട്. കുറച്ച് പേര് അവിടെ നടന്നു വരുന്നുണ്ട്. ഷാറുഖ് ഖാൻ ഉണ്ട്. നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോവാണ് ഗൈസ്. ആൾക്കാർ വീഴുന്ന കാഴ്ചകൾ കാണാം ഗൈസ്. ഗൈസ്, ഞങ്ങൾ വെള്ളച്ചാട്ടം തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ പനോരമ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്കൊരു പനോരമ വ്യൂ ഉള്ളൊരു സാധനം അവിടെ കാണാം. അപ്പോൾ ഇടുങ്ങിയ വഴികളിലൂടെ, പൊട്ടിപ്പൊളിഞ്ഞ വഴികളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നിഗൂഢമായ ഡെവിൾസ് ഗ്ലെൻ. വെള്ളച്ചാട്ടത്തിന് ഒച്ച നമുക്ക് കേൾക്കാം, പക്ഷെ വെള്ളച്ചാട്ടം കാണാനില്ല. നമ്മൾ നടന്ന് ബെല്ല വിസിറ്റ എത്തി. ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് ക്രോസിംഗ് ഒക്കെ ഉണ്ട്. വിൻ്റർ ആയതുകൊണ്ട് ഇലകളൊന്നുമില്ല മരത്തിലൊന്നും. എല്ലാം ഉണങ്ങിക്കരിഞ്ഞ ഒരു ഇതിലാണ്. ചില മരങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ്. ദൂരതയിൽ കുഞ്ഞു തന്നു. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്താനായി ഗൈസ്. അവിടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നാ മതിയായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്തു ഗൈസ്. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. ഹുയ് ഹുയ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു ഗുഹയിലെത്തി. ഗുഹാ കവാടം എത്തി ഗൈസ്. കൊള്ളാം. ഗുഹാ കവാടത്തിൽ ഐ ആം റണ്ണിങ് ഇൻ ദ ഡാർക്ക് ഓൾ അറൗണ്ട് ഐസ് ഓഫ് ആനിമൽസ് ഗ്ലിറ്ററിങ്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ ആ കേവിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വെള്ളച്ചാട്ടം ഫോക്കസ് ചെയ്ത് നടക്കുകയാണ്. എപ്പോൾ എത്തുമെന്നൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അവരെല്ലാം അവിടെ നിന്ന് വീണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പയ്യെ മുമ്പോട്ട് നടന്നു. ഇവിടെ വീണ്ടും ഒരു ബ്രിഡ്ജ് ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുപ്പുണ്ട് അത്യാവശ്യം. എന്തായാലും മഴയില്ലാത്തത് കാര്യമായി. ജസ്റ്റ് അങ്ങനെ നമ്മൾ നടന്ന് വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മളെത്തി ഗൈസ്. ഇവിടെ എല്ലാം സ്റ്റോം വന്ന് മരമൊക്കെ ഒടിഞ്ഞ് മുറിച്ചൊക്കെ ഇട്ടേക്കാണ് ഗൈസ്. ആണ് വെള്ളച്ചാട്ടം. പൈപ്പ് റോഡാണ് വെള്ളച്ചാട്ടം ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം എത്തി. പക്ഷേ പ്രതീക്ഷ പോലെ ഒരു വെള്ളച്ചാട്ടമൊന്നും ഇല്ല ഇവിടെ. ജസ്റ്റ് ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്ന ഒരു സെറ്റപ്പാണ്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ചെറിയൊരു സെറ്റപ്പ് കൊള്ളാം. പക്ഷേ ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു കൊണ്ടിട്ട് ഇവിടെ ആ ഒരു ഭംഗി കിട്ടുന്നില്ല. മൊത്തം കവേർഡായി കിടക്കുകയാണോ. ഇടയ്ക്ക് വെച്ച് സ്റ്റോം ഉണ്ടായിരുന്നു. ആ സമയത്ത് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണാൻ തോന്നുന്നു. ഇതുകൊണ്ട് അവിടുത്തെ ഒരു ഭംഗി കവറായിപ്പോയി. ആ വെള്ളം നമ്മൾ ഇതുവഴി വന്ന്
ഇവിടെ ഒരു പൈപ്പം കണ്ടിട്ട് ഈ പൈപ്പ് വഴി ഇങ്ങോട്ട് ചാടുകയാണ് വെള്ളം. സെറ്റ് ദിവസം അങ്ങനെ നമ്മൾ കണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ ഞാൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി ഈ വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ കയറി വന്നതാണ്. കൊള്ളാം നൈസ്. അവിടുന്ന് ഉള്ളിലോട്ട് വന്നപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സീ KV വാട്ടർഫോൾസ്. ഗൈസ് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് നല്ലൊരു ഒന്നാം തരം മൂഞ്ചൽ കിട്ടി. വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഡ്രോണൊന്ന് പറഞ്ഞതാണ്. പറത്തി തന്നെ അതിൻ്റെ കൺട്രോൾ പോയി വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഒരു 12,000 രൂപ നഷ്ടമായി. എടുത്ത വീഡിയോയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ആകപ്പാടെ മൂഞ്ചിയ അവസ്ഥ. എന്താല്ലേ, ഡിപ്രഷനായി. ഗൈസ് അങ്ങനെ നമ്മൾ ബ്രയിലെത്തി. ഫുഡ് കഴിക്കുന്ന ഡാറ്റ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഡൈനിങ് ഇല്ല, ടേക്ക് അവേ മാത്രമേ ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഇന്ത്യൻ സ്പൈസസ്, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബ്രേ വിട്ടു. ബ്രയിലെത്തി, വണ്ടി ഇവിടെ ഒതുക്കി, അവരവിടെ വണ്ടി പോയി. നമ്മൾ ഇങ്ങനെ മെനു ഒക്കെ നോക്കി ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഇവരിവിടെ റെനോവേഷനാണ്. അപ്പുറത്ത് 3ാമത്തെ ഡോറിൽ നമ്മൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറക്കി വിട്ട് 3ാമത്തെ ഡോറിൽ നമുക്ക് കയറിയില്ല. അവരുടെ ഫുഡ് കൊണ്ടുവരുമോ നോക്കാം. അങ്ങനെ നമ്മൾ ക്ലോസ്ഡോ വലികട പുറത്തോട്ട് മരയൊക്കെ എന്ത് വേണം, ക്ലോസ്ഡാണ് നിന്നിട്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. സെറ്റപ്പാണ് ഗൈസ്. ഇവിടെ ഡ്രസ്സുണ്ട്. ഇവിടെ ചെക്കിങ്ങൊക്കെ ചെയ്താൽ ഓടിക്കയറാൻ പറ്റും. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാന്ന് തോന്നുന്നു. ആംബിയൻസ് ലൈറ്റൊക്കെ ഉണ്ട്. സെറ്റ് പോകാനും വൈബാണ് ഗൈസ്. ഇവിടെ ഫുൾ വൈബാണ്. സെറ്റ് ആരും ഉണ്ടോ? പുത്രമനാണോ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ച് കാണാമെന്ന് വിചാരിച്ചു. ബ്രയിൽ റെസ്റ്റോറൻറ്റ് കയറില്ല. അവിടെ ഭയങ്കര കത്തിറേറ്റ് ഒരു ബിരിയാണിക്ക് 25 രൂപ. ഭയങ്കര കത്തിറേറ്റ് നമ്മൾ പോയി. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബീച്ച് കണ്ടിട്ട് നേരെ ലില്ലി വാലി ഷീല പാലസിലോട്ട് പോകാൻ. ഇതാണ് ബ്രേ ബീച്ച് വരുന്നതാണ് ബ്രേ ഹെഡ്. പണ്ട് നമ്മളിവിടെ പോയിട്ടുണ്ട്. ഇവിടെ പണ്ടൊക്കെ കുരിശുണ്ട്. അപ്പോൾ അതൊരു നൈസ് സ്പോട്ടാണ്. നമ്മളിങ്ങനെ ബീച്ചിലോട്ട് കാണാനായിട്ട് പോകും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഷീല പാലസിലെത്തി. എല്ലാവരും കഴിച്ച് ചത്ത് ഒരു പരിവായിട്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏകദേശം തീർന്നിട്ടുണ്ട്. എല്ലാവരും പോയി. ഞാൻ വണ്ടി കൊണ്ടിടാനായിട്ട് വന്നു. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. പക്ഷേ ഡ്രോൺ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് കൺട്രോൾ തെറ്റി ഓട്ടോമാറ്റിക്കലി അങ്ങ് ബാക്ക്വേഡ് പറന്ന് പോയി മരത്തിലിടിച്ച് ഡയറക്റ്റ് വെള്ളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കുഴപ്പമില്ല, ക്ലബ്സൊന്നും കിട്ടിയില്ല. ആകെ ഷോക്കായി പോയി. പിന്നെ വേറെന്താ, ഓൾമോസ്റ്റ് ട്രിപ്പെല്ലാം അടിപൊളിയായിരുന്നു. ഏകദേശം വണ്ടി കൊണ്ടിട്ട് തന്നെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ. അത്ര ഡിസ്റ്റൻസ് നടക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല, കാഴ്ചകളെ കണ്ടുവരാൻ അടിപൊളിയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും എൻജോയ് ചെയ്തു. സെറ്റായിരുന്നു, വൈബായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.